സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ നിയമം നിലനിൽക്കുമ്പോഴും പലരും നീതി തേടി അലയുകയാണ്. കൊല്ലം പുനലൂരിൽ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയായ ഒരു 8ാം ക്ലാസ്സുകാരൻ ആത്മഹത്യ ചെയ്ത കേസിൽ വർഷങ്ങളായിട്ടും പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പ്രതികളെക്കുറിച്ച് ധാരണ ഉണ്ടെന്നും ഉടൻ പിടിയിലാകുമെന്നുമായിരുന്നു കേസന്വേഷണത്തിന് നേതൃത്വം നൽകിയ അന്നത്തെ റൂറൽ എസ് പി പറഞ്ഞത്. എന്നാൽ ഇന്നും ഈ കുടുംബത്തിന് നീതി ലഭിച്ചിട്ടില്ല. 2013 മാർച്ച് 19 നടന്ന സംഭവത്തിൽ കുടുംബം മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകുകയും കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. മാർച്ച് 19 ഒരു 8ാം ക്ലാസ്സുകാരൻ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു. നാടിനെയും വീട്ടുകാരെയും വളരെയധികം ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കപ്പെട്ടിരുന്നുവെന്നാണ്. ഇതുവരെയും ഒരു നിയമ നടപടിയും ഉണ്ടായില്ല. അവർക്ക് നീതി ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലും ഉണ്ടായില്ല. എന്തുകൊണ്ടാണ് ഈ കേസ് എങ്ങും എത്താതെ പോയത്? നമ്മൾ പറയുമ്പോൾ ആളിനെ കിട്ടിയെന്നാണ് പറയുന്നത്. പക്ഷെ അതൊന്നും വെളിപ്പെടുത്തുന്നില്ല. ആരും വെളിപ്പെടുത്തുന്നില്ല. അന്ന് പറഞ്ഞത് 3 പേര് സംശയമുണ്ട്. അത് ഇച്ചിരി താമസമുണ്ടെന്ന് പറഞ്ഞു. ടെസ്റ്റ് എന്തോ വന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും പോവുക. പിന്നെ അങ്ങനെ 2 മാസം കൂടുമ്പോൾ ആളുകൾ അന്വേഷിക്കാൻ വരും. അപ്പോൾ വീണ്ടും തിരിച്ചു പോകും. അങ്ങനെ നടക്കും കേസ്. അത് പോലീസിന്റെ ഭാഗത്തുനിന്നും നമുക്ക് കിട്ടുന്ന എന്തെങ്കിലും വ്യക്തമായ എന്തെങ്കിലും മറുപടി ലഭിക്കുന്നുണ്ടോ? ഒന്നും കിട്ടുന്നു. ഇതിലേക്ക് ഒന്നും കിട്ടിയിട്ടില്ല. നമ്മൾ ഒന്നിട്ട് നമുക്ക് എല്ലാം ഇത് പരാതി കൊടുത്തതാണ്. എന്നിട്ട് നമുക്ക് നീതി കിട്ടുന്നില്ല, കിട്ടിയില്ല നമുക്ക്. ഈ സംശയമുള്ളവരുടെ ഭാഗത്തായിട്ട് പോലീസിന്റെ ഏതെങ്കിലും തരത്തിൽ അന്വേഷണം പോയിരുന്നു? ഒന്നും വന്നിട്ടില്ല. പോലീസിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ എന്താ നമുക്ക് തരുന്നത്? എന്തെങ്കിലും ഒരു മറുപടി വ്യക്തമായി നിങ്ങളങ്ങ് ഏക്ക്, കുറച്ച് ദിവസത്തെ ഇതേ വരത്തുള്ളൂ, നിങ്ങളങ്ങ് ഏക്കെന്നാ പറയുന്നത്. അല്ല, ഇങ്ങനെ കൊന്നത് നമ്മളാണെന്നേ? ഞങ്ങൾ അന്നങ്ങ് ഏക്കായി. അന്നത്തെ SP ആയിരുന്ന ആള് പറഞ്ഞതാ ഞങ്ങളടുത്ത്, അണ്ണൻ്റെ അടുത്ത്. അണ്ണൻ ഏറ്റവും കുഴപ്പമൊന്നും വരത്തില്ല, ഒരു 6 മാസം. അല്ല, ഇത് നമ്മുടെ ഈ പോസ്റ്റ്മോർട്ടത്തിൽ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇടയാക്കി എന്നൊക്കെ മനസ്സിലാക്കിയിട്ടും പോലീസ് അത്തരത്തിലൊരു അന്വേഷണം കൊണ്ടുപോകാൻ തയ്യാറായില്ല. ഒന്നും വന്നിട്ടില്ല. അവർ അന്നെങ്കിൽ മൊത്തത്തിൽ അങ്ങ് ഇളക്കി കളഞ്ഞവർ. ആരംഭത്തിലേ അവരങ്ങ് മൊത്തത്തിൽ അങ്ങ് ഇളക്കി എല്ലാ ആൾക്കാരെയും നമ്മളെ ശത്രുക്കളാക്കി അവർ. അന്നേരത്തേക്ക് തന്നെ അവർ ആ ആൾക്കാർ തന്നെ പറഞ്ഞു, അവിടെ അവർ തന്നെ പറഞ്ഞ്, നിങ്ങൾ 3 ഇതിനകത്ത് നിന്ന് ചത്ത് പുഴുത്താലും ഞങ്ങൾ ആരും തിരിഞ്ഞു നോക്കത്തില്ല. അങ്ങനെയൊക്കെ പേടിച്ചാൽ ഞങ്ങളിഞ്ഞ് പോരുന്നേ. നിലവിലിപ്പോൾ അവിടുന്ന് നിങ്ങൾ ആ പ്രദേശത്തു നിന്ന് താമസം മാറി വേറൊരു സ്ഥലത്ത് പോയി താമസിക്കേണ്ട സ്ഥിതിയാണ് ഇപ്പം വന്നത്. അപ്പോൾ നിങ്ങൾ ഉന്നത അന്വേഷണം വേണമെന്നും എന്തെങ്കിലും ആവശ്യപ്പെട്ടായിരുന്നു. നമ്മൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് എല്ലാവർക്കും പേര് കൊടുത്തായിരുന്നു. അപ്പോൾ അവിടുന്ന് അന്വേഷണം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു നീതി നമുക്ക് കിട്ടിയിട്ടില്ല. വളരെ വേദനാജനകമായ നിലയിലാണ് ആ മാതാപിതാക്കൾ നമ്മളോട് പ്രതികരിക്കുന്നത്. കഴിഞ്ഞ 8 വർഷമായി മകൻ്റെ മരണത്തിന് വേണ്ടി നീതി തേടി ഇവർ അലയുകയാണ്. ഇവർക്ക് നീതി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. മനോജ് അപ്പുക്കുട്ടൻ, ന്യൂസ് 18.